ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിവിൽ സോൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നിന്ന് കേരള PSC AE എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം. ഇതൊരു വാസ്റ്റ് സിലബസാണ്. അതിൽ ഉള്ളൊരു സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുകളുടെ സിലബസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എന്നാൽ കേരള PSC ട്രെൻഡ് നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. കാരണം നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ 3 AE എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം കഴിഞ്ഞത് ഹാർബർ AE നോക്കുകയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, പിന്നീട് കഴിഞ്ഞ ഇറിഗേഷനിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കഴിഞ്ഞ് ഈ ഏറ്റവും അടുത്ത് കഴിഞ്ഞ PWD AE എക്സാമിന് 6 ക്വസ്റ്റ്യൻ വരെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ചെറിയ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ കാണാം വളരെ ചെറിയൊരു സിലബസാണ്. ഈ ഒരു സിലബസിൽ തന്നെ ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണ്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് ആയാലും ചെറിയ ചെറിയ ടോപ്പിക്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് നോട്ട് ട്രൂ. ഇത് PWD AE 2020 എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിടാം. ആദ്യത്തെയാണ്, അതായത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മെയിൻലി രണ്ട് പ്രോസസ്സാണ് പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് സംബന്ധിച്ചിടത്തോളം പ്ലാനിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്റ്റിന് എന്തൊക്കെ റിസോഴ്സ് വേണം, എത്രത്തോളം മാൻ പവർ, മെഷീനറീസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ഷെഡ്യൂളിങ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഓരോ വർക്കും കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്തോരം ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഈ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഡിലേ ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഷെഡ്യൂളിങ് ചെയ്യാനുള്ള മെത്തേഡ്സ്. 3 മെത്തേഡ്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗൺ ചാർട്ട്, മൈൽ സ്റ്റോൺ ചാർട്ട്, നെറ്റ്വർക്ക് അനാലിസിസ് ആണുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് ഉള്ള 2 ടെക്നിക്സാണ് CPM-ഉം PERT-ഉം. ഇതിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ കണ്ട ക്വസ്റ്റ്യൻ PERT-ൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിഫറൻസ്, ഈ ഒരു ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇതിൽ ഓരോ പോയിൻറ്റ്സും കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം CPM-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. PERT എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഓർ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് ആണ് കോമൺലി അറിയുന്നത്. ചിലയിടത്ത് പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. CPM ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചാണ്, വേറെ PERT എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്. ഇപ്പോൾ P അങ്ങനെ നമുക്കതൊന്ന് ആലോചിച്ച് വെക്കാൻ വേണമെങ്കിൽ പ്രോബബിലിസ്റ്റിക് ആണ്. ഇവിടെ CPM ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. PERT എന്ന് പറയുന്നത് ഇവൻ്റ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ CPM-ൽ ടൈമും കോസ്റ്റും കൺട്രോളിങ് ഫാക്ടർ ആണെങ്കിൽ PERT-ലെ ടൈം മാത്രമേ കൺട്രോളിങ് ഫാക്ടർ ആയിട്ടുള്ളൂ. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് സ്ലാക്ക് 0 ആയിട്ടുള്ള പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. വേറെ PERT-ലാണെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് സ്ലാക്ക് 0, പോസിറ്റീവ്, നെഗറ്റീവ് ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. CPM റിപ്പീറ്റേറ്റീവ് വർക്ക്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ PERT എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് റിസർച്ച് വർക്ക്സിൽ മാത്രമാണ്. അപ്പോൾ ഈ ടേബിൾ നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റിനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ അപ്പോൾ ഇതായിരുന്നു, വിച്ച് ഈസ് നോട്ട് ട്രൂ, ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. PERT-നെ കുറിച്ചുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, PERT ഈസ് യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. PERT റിസർച്ച് വർക്കിനാണ് നമ്മൾ പറഞ്ഞത്, കറക്റ്റാണ്. PERT ഈസ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണോ? അല്ല. CPM ആണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. PERT എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ട്രൂ അല്ലാത്തത്. വെറുതെ നമുക്ക് അടുത്ത 2 വെറുതെ വായിച്ച് നോക്കാം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എസ്റ്റിമേറ്റ് യൂസിങ് PERT ഈസ് പ്രോബബിലിസ്റ്റിക്. അത് കറക്റ്റാണ്, പ്രോബബിലിസ്റ്റിക് ആണ്. PERT ഈസ് യൂസ്ഡ് ഫോർ പ്രൊജക്റ്റ് വിച്ച് ആർ നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. അതെ, നോൺ റിപ്പീറ്റേറ്റീവ് വർക്കിനാണ് നമ്മൾ PERT ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് PWD ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി മേ ബി ഡിലേഡ് വിത്തൗട്ട് ഇൻ്റർഫിയറിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ദി സക്സീഡിങ് ആക്ടിവിറ്റി ഈസ് കോൾഡ്. ഇത് ഫ്ലോട്ട്. നമുക്കിത് CPM എന്നുള്ള ഭാഗത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. CPM നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ വരുന്ന 3 ടൈമുകളാണ്. അതിൽ 3 ടൈപ്പ് ഓഫ് ടൈംസ് ഉണ്ട്. അതിന് ഒന്നാണ് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം, പിന്നെ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം.
ഇതിൻ്റെയൊക്കെ ജസ്റ്റ് നമ്മൾ ഡെഫിനേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈം വിച്ച് ആൻ ഇവൻറ്റ് ക്യാൻ ഒക്കേഴ്സ്. ഒരു ഇവൻറ്റ് തുടങ്ങാവുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ് ഒക്യൂർ ചെയ്യേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ടൈം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്നുള്ളത് ഒരു ആക്ടിവിറ്റീനെ സംബന്ധിച്ചുള്ള ഏർലിയസ്റ്റ് ടൈമാണ്. അതുപോലെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നതും ആക്ടിവിറ്റീനെ സംബന്ധിച്ചുള്ള. ആദ്യത്തെ രണ്ടും ഇവൻറ്റിനെ സംബന്ധിച്ചെടുക്കുന്ന ടൈംസ് ആണെങ്കിൽ പിന്നത്തെ ഈ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഒരു ഒരു ആക്ടിവിറ്റീനെ സംബന്ധിച്ചിടത്തുള്ള ടൈമുകളാണ്. ഇനി ഫ്ലോട്ടുകൾ നോക്കാം. ഫ്ലോട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയുടെ ടൈം എത്രത്തോളം ഫ്ലക്ച്വേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫ്ലോട്ട് എന്നുള്ളത് കാണിക്കുന്നത്. അത് ഒരു ടോട്ടൽ ഡ്യൂറേഷൻ എഫക്റ്റ് ചെയ്യാനും പാടില്ല. അതിനുള്ളിൽ എത്രത്തോളം നമുക്ക് ഒരു ആക്ടിവിറ്റി ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതിൽ 4 ടൈപ്പ് ഓഫ് ഫ്ലോട്ട്സ് ഉണ്ട്. ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഇൻ്റർഫിയറിംഗ് ഫ്ലോട്ട്. അതിൽ ടോട്ടൽ ഫ്ലോട്ടാണ് മാക്സിമം എമൗണ്ട് ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് ഫ്രം ഏർലി സ്റ്റാർട്ട് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രോജക്റ്റ്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദ ഏർലി സ്റ്റാർട്ട് ഓഫ് എനി ഫോളോയിങ് ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റീനെ ഡിലേ ചെയ്യിക്കാതെ എത്രത്തോളം നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യാം എന്നുള്ളതാണ് ഫ്രീ ഫ്ലോട്ട് എന്നുള്ളത്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് എമൗണ്ട് ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രോജക്റ്റ്. ഇൻ്റർഫിയറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ ഫ്ലോട്ടിൻ്റെയും അതുപോലെ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഫ്രീ ഫ്ലോട്ടാണ് ഇൻ്റർഫിയറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സ്റ്റെൻഡ് ഓഫ് ടൈം ബൈ വിച്ച് ആൻ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി മേ ബി ഡിലേഡ് വിത്തൗട്ട് ഇൻ്റർഫിയറിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ദി സക്സീഡിങ് ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റി ഡിലേ ചെയ്യിക്കാതെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ടൈമാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള അതിൻ്റെ ഡെഫിനേഷൻസൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതൊന്നുമല്ല ആൻസർ. ഫ്രീ ഫ്ലോട്ടാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് T0 ഈസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, TP ഈസ് പെസിമിസ്റ്റിക് ടൈം, TM ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ടൈം, ദെൻ ദ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഒക്യുറൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഈസ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. പേർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ CPMലെ ടൈമുകൾ കണ്ടിരുന്നല്ലോ അല്ലേ? അതുപോലെ പേർട്ടിൽ വരുന്ന 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ്: ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, മോസ്റ്റ്ലി ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. അതായത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എല്ലാ നല്ല കണ്ടീഷൻസ്, അതായത് ഏറ്റവും പെട്ടെന്ന് പ്രൊജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണ്ടി വരും എന്നുള്ളതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. അതായത് എല്ലാവരും അസ്യൂം ചെയ്തിരിക്കുന്നത് ഒക്കെ ഫേവറായിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റിന് ഫേവറായിട്ട് നടക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട ഒരു ടൈമാണ്. ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര കുറച്ച് ടൈം വേണം, അതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് മാക്സിമം ഏറ്റവും കൂടുതൽ ടൈം, അതായത് നമ്മുടെ കണ്ടീഷൻസൊക്കെ വേഴ്സ്റ്റ് കണ്ടീഷൻസാണ്, ഒന്നും അനുകൂലമല്ലാത്ത കണ്ടീഷൻസിൽ ഏറ്റവും മാക്സിമം എത്രത്തോളം ടൈം എടുക്കാം എന്നുള്ളതാണ് പെസിമിസ്റ്റിക് ടൈം. മോസ്റ്റ്ലി ലൈക്ക് ടൈം എന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടീഷനിൽ എത്രത്തോളം ടൈം വേണ്ടി വരും ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അതാണ് മോസ്റ്റ് ലൈക്ലി. അതിൻ്റെ റെപ്രസെൻറ്റേഷൻസാണ് T0, TP, TM റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം, ഈ 3 ടൈം, ഇപ്പോൾ പറഞ്ഞ ഈ 3 ടൈം, ഈ ഒരു 3 ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് ഇതാണ് ഫോർമുല: T0 + 4TM + TP/6 എന്നുള്ളതാണ് ഫോർമുല. അതുപോലെ ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും. കൂടെ ഇതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയാണ് TP - T0/6. TP മൈനസ് എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6. വേരിയൻസ് നമുക്കറിയാമായിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഒരു ഹോൾ സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? ഈ പറയുന്ന വേരിയൻസായി. വേരിയൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റിയും കൂടുന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു, അതായത് എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും T എന്ന് പറയുന്നത് T0 + 4TM + TP/6 ഇക്വേഷനാണ്. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കിത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലും കാണാം, PWD AE എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു ചെറിയ പ്രോബ്ലം ന്യൂമറിക്കലായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. അതായത് ഫോർ ആൻ ആക്ടിവിറ്റി ഇൻ എ പേർട്ട് നെറ്റ്വർക്ക്, ഇഫ് ആൻ ഒപ്റ്റിമിസ്റ്റ് ടൈം, most likely time and pessimistic time are 5, 8 and 17 respectively, the expected time is equal to. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഇവിടെ ആ ഒരു സൊല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫോർമുല. T0 + 4TM + TP/6. T0 എന്നുള്ളത് 5 തന്നിട്ടുണ്ട്.
TM എന്നുള്ളത് 8 തന്നിട്ടുണ്ട്, TP എന്നുള്ളത് 17 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ വിൽ ബി 9 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ സോ 9 വീക്സ് ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരു ഹാർബർ ഈ എക്സാമിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ടാസ്ക്. ഇത് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു നെറ്റ്വർക്ക് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈ കണ്ടീഷൻസ് വെച്ച് ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷനായിരുന്നു പ്ലേസിംഗ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് P എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഫോർ റൂഫ് സ്ലാബ് കനോട്ട് സ്റ്റാർട്ട് ബിഫോർ ബെൻഡിങ് ഓഫ് ദി റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇറക്ഷൻ ഓഫ് ഫ്രെയിം വർക്ക് E. രണ്ടാമത്തെ കണ്ടീഷനാണ് as soon as placing of reinforcement is finished concreting C will follows. നമുക്കിതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതാൻ നോക്കാം. അതായത് വേറെ ഒന്നുമില്ല, P എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, നമുക്ക് PBE അങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. P എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് Bയും Eയും കഴിയാതെ P എന്ന് പറഞ്ഞ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, Bയും Eയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ ഇതാണ് Bയും Eയും എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ടാണ് P എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ നെറ്റ്വർക്ക് ഡയഗ്രാം വരാം. അതിന് ശേഷം അവർ പറയുന്നുണ്ട് as soon as placing reinforcement is finished, അതായത് ഈ ഒരു P എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, ഇതിൻ്റെ മീൻസ് P എന്ന് പറഞ്ഞ ആക്ടിവിറ്റി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിങ്, അതായത് C എന്ന് പറഞ്ഞ ആക്ടിവിറ്റി തുടങ്ങും. അപ്പോൾ നമുക്ക് P കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C എന്ന് പറഞ്ഞ ആക്ടിവിറ്റി തുടങ്ങും. ഇങ്ങനെയാണ് ആ നെറ്റ്വർക്ക് ഡയഗ്രാം വരാം. അത് നമ്മൾ വരച്ച് നോക്കുമ്പോൾ ഇതാണ്, ഈ ഒരു C എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരാം. അടുത്തത് ക്രാഷിംഗ് ഓഫ് പ്രൊജക്റ്റ് ഈസ്. ക്രാഷിംഗ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ക്രാഷിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്രാഷിംഗ് ചെയ്യുന്നത് പ്രൊജക്റ്റ് കോസ്റ്റ് കുറയ്ക്കാനാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയ്ക്കാനാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്ത് വയ്ക്കുക, ക്രാഷിംഗ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ടാണ്. Next question, which of the following statement given below is not correct when there is a dispute in construction site? Option A, the dispute must be submitted initially to the site engineer for decision before referring to arbitration. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മറ്റേ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആർബിട്രേഷൻ, അതായത് ആർബിട്രേഷനിൽ പോണേക്കാൻ മുന്നേ, ആർബിട്രേഷൻ എന്ന് വെച്ചാൽ ലീഗൽ പ്രൊസീജിയറാണ്, കോർട്ടിലൊക്കെ പോണേക്കാൻ മുന്നേ സൈറ്റ് എഞ്ചിനീയറുടെ ഡിസിഷൻ ഫൈനലി സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അതായത് കോർട്ടിലൊക്കെ പോണേക്കാൻ മുന്നേ സൈറ്റിൽ വെച്ച് അത് തീർപ്പാക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ല ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് അത് സൈറ്റ് എഞ്ചിനീയർ വഴി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സൈറ്റിൽ നടക്കുന്ന ഒരു തർക്കം, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം കൊണ്ടുണ്ടാകുന്ന വർക്കേഴ്സ് തമ്മിലാവാം, അല്ലെങ്കിൽ വേറെ അതോറിറ്റീസ് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് ഡിസ്പ്യൂട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോൺട്രാക്ടർ ഹാസ് ടു സ്റ്റോപ്പ് ദ വർക്ക് ടിൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് ആ ഒരു തർക്കം സോൾവ് ആവണ വരെ കോൺട്രാക്ടർ അവർ വർക്ക് നിർത്തിവെക്കണം. അതെ, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആ തർക്കത്തിനിടയിൽ വർക്ക് മുന്നോട്ട് പോകരുത്. ഓപ്ഷൻ സി, ഓൾ ആക്ഷൻസ് റിലേറ്റഡ് ദോട്ട് ഷുഡ് ബി റെക്കോർഡഡ് ആൻഡ് റെഫർ ഫോർ ഫ്യൂച്ചർ നെഗോഷിയേഷൻ ആൻഡ് എഗ്രിമെൻറ്റ്സ്. അതെ, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇത് എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു തർക്കം ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ കാരണം എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. കാരണം ഈ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ അതും അതും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് ബിറ്റ്വീൻ ദ സൂപ്പർനറ്റൻറ്റ് ആൻഡ് യൂണിയൻ ലീഡർ. അത് ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി is the incorrect statement. അടുത്ത ക്വസ്റ്റ്യൻ, the most popular type of contract in government department is. അതായത് കോൺട്രാക്റ്റ് എന്നുള്ള ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മെയിൻലി ഇത്രയും ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് വരുന്നുണ്ട്. ഐറ്റം റൈറ്റ് കോൺട്രാക്റ്റ്, ലംസം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്. അതിൽ ഐറ്റം റൈറ്റ് കോൺട്രാക്റ്റിനെയാണ് യൂണിറ്റ് പ്രൈസ് കോൺട്രാക്റ്റ് ഓർ ഷെഡ്യൂൾ കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത്
അതെ, ഒരു യൂണിറ്റ് കോസ്റ്റ്, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിനും അതിൻ്റേതായ ഇൻഡിവിജ്വൽ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ, ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ്. ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ്. അത് നമ്മൾ മെയിൻലി അത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് തന്നെയാണ്. പിന്നീടുള്ളതാണ് ലംസം കോൺട്രാക്റ്റ്. ലംസം കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു ഫുള്ള് പണിത് തീർക്കാൻ, ഇപ്പോൾ ഒരു വീട് പണിത് തീർക്കുകയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് പണിത് തീർക്കാൻ മൊത്തത്തിൽ എത്ര രൂപ വേണമെന്ന് ആ ഫിക്സഡ് സമ്മ് ഒരുമിച്ച് കോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് ലംസം കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മൾ കോമൺലി നമ്മളൊരു വീട് പണിയുമ്പോഴൊക്കെ ചിലപ്പോൾ ആ ഒരു ടൈപ്പ് കോൺട്രാക്റ്റ് ആയിരിക്കും. ബട്ട് ഇത് ഗവൺമെൻറ് വർക്ക്സിന് അത് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് അല്ല. ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓണർ അയാളുടെ ലേബർ റിക്വയർമെൻറ്റ്സ് അറിയിക്കുമ്പോൾ കോൺട്രാക്ടർ അതിനനുസരിച്ചുള്ള ലേബർ ആ ഒരു റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എത്ര രൂപയ്ക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളിൽ അയാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് ലേബറിൻ്റെ മാത്രം ഉള്ള കോൺട്രാക്റ്റാണ് ലേബർ കോൺട്രാക്റ്റ്. മെറ്റീരിയൽ സപ്ലൈ കോൺട്രാക്റ്റിന് ഇതുപോലെ തന്നെ മെറ്റീരിയലിൽ എത്രത്തോളം സപ്ലൈ ചെയ്യണം, എന്ത് മെറ്റീരിയൽ വേണ്ടതെന്ന് വെച്ചാൽ അത് ആ മെറ്റീരിയൽ മാത്രം കൊടുക്കുന്ന കോൺട്രാക്റ്റാണത്. പേഴ്സൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, പേഴ്സൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഓണറാണ് പറയാം ആൾക്ക് ഇത്രയും റേറ്റുള്ള ഐറ്റംസാണ് വേണ്ടത്, ഇന്ന പൈസയുടെ മെറ്റീരിയൽസാണ് ഓരോ വർക്കിന് വേണ്ടതെന്ന് പറയും. അതിനനുസരിച്ച് കോൺട്രാക്ടർ കുറച്ച് രൂപയോ കൂടുതലോ ഉള്ളൊരു കോൺട്രാക്റ്റ് പറയും, എന്നിട്ട് അത് എഗ്രി ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു കോൺട്രാക്റ്റ് പോകുന്നത്. അതെ, ഇത് പേര് പോലെ തന്നെ ഒരു ആക്ച്വൽ കോസ്റ്റ് ഓഫ് വർക്ക് ഉണ്ടാവും, അതിലാണ് കോൺട്രാക്ടർ വർക്ക് ചെയ്യുക. പ്ലസ് കോൺട്രാക്ടറുടെ ഒരു പേഴ്സൻറ്റേജ്, ഒരു വർക്കിന് ഇത്ര പേഴ്സൻറ്റേജ് കോൺട്രാക്റ്റ് ആ കൂലി അയാൾ മേടിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് കോസ്റ്റ് പ്ലസ് പേഴ്സൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ്. കോസ്റ്റ് പ്ലസ് ഫിക്സഡ് ഫീ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത് വർക്ക് എത്ര ചെയ്താലും കോൺട്രാക്ടർക്ക് ഒരു ഫിക്സഡ് ഫീ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. അതാണ് കോസ്റ്റ് പ്ലസ് ഫിക്സഡ് ഫീ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതെ, ഇവിടെ എന്ന് പറയുന്നത് ടാർജറ്റ് ടൈമും ക്വാളിറ്റി ഓഫ് വർക്കൊക്കെ ഫിക്സഡ് ആയിട്ട് വെച്ചിരുന്ന കോൺട്രാക്ടർ ആ ഒരു ടൈമിനുള്ള ആ ഒരു ക്വാളിറ്റിയിൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പെനാൽറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടാവും, അതാണത്. പിന്നെ നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അതായത് കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ നെഗോഷിയേഷൻ വഴി ഒരു എഗ്രിമെൻറ്റ് ഉറപ്പിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. The amount deposited by contractor while submitting tender is called security deposit. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് രണ്ടും എന്താണെന്നൊന്ന് പറയാം. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ നമുക്കറിയാമല്ലോ ഗവൺമെൻറ് വർക്കുകൾക്ക് കൊടുക്കുന്നത് ടെൻഡർ വിളിച്ചിട്ടാണ്. അപ്പോൾ ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പല കോൺട്രാക്ടേഴ്സും ടെൻഡർ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവർ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന ടെൻഡർ ഡോക്യുമെൻറ്റിനൊപ്പം ആ ഒരു വർക്കിൻ്റെ 1 or 2% എമൗണ്ട് കൂടെ കെട്ടിവെക്കണം. അതാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അതായത് സെലക്ട് ചെയ്യാത്ത കോൺട്രാക്ടേഴ്സ് തന്നെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് തിരിച്ച് റീഫണ്ട് ചെയ്യും. ഇപ്പോൾ വർക്ക് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്തിനാ കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ടർ ആ വർക്ക് എടുത്തു കഴിഞ്ഞിട്ട് പകുതി വെച്ച് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ ആ ഒരു കോമ്പൻസേഷനായിട്ട് ഗവൺമെൻറ് ആ ഒരു അതോറിറ്റിക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. അതായത് ഇപ്പോൾ കിട്ടിയ ടെൻഡർ ഭാവിയിൽ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ആ എമൗണ്ട് തിരിച്ച് കോൺട്രാക്ടർക്ക് കൊടുക്കില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതായത് ആ ഒരു കോൺട്രാക്ടറുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് അയാൾക്ക് വർക്ക് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടർ മാത്രം ആ ഒരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊന്നുകൂടി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ബൈ ദി കോൺട്രാക്ടർ വൈൽ സബ്മിറ്റിംഗ് ദ ടെൻഡർ ഈസ് കോൾഡ്
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ് അല്ലേ. ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് റോങ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ് ഓൺലി ബൈ ദ കോൺട്രാക്ടർ ഹൂസ് ടെൻഡർ ഈസ് അക്സെപ്റ്റഡ് ബൈ ദി ക്ലയൻറ്റ്. ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്ത ശേഷം കൊടുത്താൽ മതി. EMD കൊടുക്കുന്നത് അത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കോൺട്രാക്ടറുടെ ആ കോൺട്രാക്ട് ടെൻഡർ ക്ലയൻറ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം കൊടുത്തായെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ടെൻഡർ നമ്മൾ കൊടുക്കണം. ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണം. അടുത്ത ഓപ്ഷനാണ് ഇഫ് ദി ലോവസ്റ്റ് കോട്ടഡ് കോൺട്രാക്ടർ റെഫ്യൂസസ് ടു ടേക്ക് അപ്പ് ദ വർക്ക് ഹിസ് EMD വിൽ ബി ഫോർഫിറ്റഡ് ബൈ ദ ക്ലയൻറ്റ്. അത് കറക്റ്റാണ് അല്ലേ. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കോൺട്രാക്ടർ ആ വർക്ക് റെഫ്യൂസ് ചെയ്തതിൻ്റെ ആളുടെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അത് കോമ്പൻസേഷനായിട്ട് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ കഴിഞ്ഞ 3 ഈ എക്സാമിന് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വേറെ PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള, അതായത് മഹാരാഷ്ട്ര PSC പോലുള്ള PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും ജസ്റ്റ് നമുക്കൊന്ന് വേഗത്തിലൊന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ ചെറിയൊരു സിലബസ് ആയതുകൊണ്ട് തന്നെ അവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമുക്ക് നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ. ABC അനാലിസിസ് റെഫർ ടു അസ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് നമ്മുടെ സിലബസിൽ ആ ഒരു പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിലുള്ള ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരാം. പിന്നെയുള്ള ഒരു അനാലിസിസാണ് ഈക്വൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് EOQ അനാലിസിസ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്കെയിൽഡ് drawing of the proposed construction site showing the relevant features such as entry, exit point of the site, storage area of the material, toilet, workers, അതൊക്കെ കാണിക്കുന്ന, അതായത് ഒരു ഡ്രോയിങ് ആ ഒരു സൈറ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാണിക്കുന്ന ഒരു ജസ്റ്റ് ഡ്രോയിങ് ആണ് ജോബ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഇവൻറ്റ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി കം ബിഫോർ അനദർ ഇവൻറ്റ് വിത്തൗട്ട് എനി intervening events is called dash events to that event. ഇവിടെ അപ്പോൾ പ്രിഡിസസർ ഇവൻ്റ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതൊരു ഇവൻറ്റിന് മുന്നുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് പ്രിഡിസസർ, കഴിഞ്ഞിട്ടുള്ളതാണ് സക്സസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ക്ലാസ് A ഐറ്റം ഇൻ ABC അനാലിസിസ്. ABC അനാലിസിസ് നേരത്തെ കണ്ടു, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ABC അനാലിസിസ് അനുസരിച്ച് 3 ഐറ്റംസിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദെയർ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. A, B, C എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ്. B എന്ന് പറയുന്നത് മോഡറേറ്റ് വാല്യൂ ഉള്ളത്. C എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ഉള്ളത്. അത് A എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുള്ളൂ, കാരണം അതൊരു ഇത്തിരി ഡാമേജ് ആയാലും നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവും. B എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ട്, C എന്ന് പറയുന്നത് മിനിമം, അതായത് കുറച്ച് നശിച്ചു പോയാലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ആവശ്യമുള്ളത് A എന്ന് പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ്. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് A എന്ന് പറയുന്നത് എന്തിനാണ് ഡിനോട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരാം ഐറ്റം വിത്ത് ഹൈ കോസ്റ്റ് ആൻഡ് ഫ്യൂ നമ്പർ. കുറച്ച് ഉണ്ടാവുള്ളൂ, പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ EST ഓഫ് സക്സീഡിങ് ആക്ടിവിറ്റി ആൻഡ് EFT ഓഫ് ദി ആക്ടിവിറ്റി അണ്ടർ കൺസിഡറേഷൻ ഈസ് കോൾഡ്. അതിപ്പോൾ ഫ്രീ ഫ്ലോട്ട് കിട്ടാനുള്ള ഒരു ഫോർമുലയാണ്, ഡെഫിനേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മെത്തേഡ്സ് ഓഫ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിങ്ങിൻ്റെ മെത്തേഡ്സ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ്. ബാർ ചാർട്ട് ഓർ ഗൺ ചാർട്ട്, മൈൽ സ്റ്റോൺ ചാർട്ട്, നെറ്റ്വർക്ക് അനാലിസിസ്, 3 മെയിനായിട്ട് മെത്തേഡ് ഓഫ് ഷെഡ്യൂളിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത് ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ എന്ന് സിമ്പിളായിട്ട് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ ദ എക്സസ് ഓഫ് മിനിമം അവൈലബിൾ ടൈം ഓവർ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഈസ് കോൾഡ്. എക്സസ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? അതായത് എക്സസ് ഓഫ് മിനിമം അവൈലബിൾ ടൈം ഓവർ ആൻ ആക്ടിവിറ്റി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടാണ്. ഓൾറെഡി നമ്മുടെ ഡെഫിനേഷൻ കണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അണ്ടർ അബ്നോർമൽ ഓർ എക്സ്ട്രീംലി അഡ്വേഴ്സ് കണ്ടീഷൻ ഇൻ വിച്ച് എവറിത്തിങ് ഗോസ് റോങ് ഈസ് കോൾഡ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഡെഫിനേഷനാണ്. എന്താണ്?
പെസിമിസ്റ്റിക് ടൈമാണ് ആൻസർ. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയാൻ നമുക്ക് ഏറ്റവും കുറച്ച് ടൈമിൽ എല്ലാവരും നന്നായിട്ട് നടക്കുന്നു, അതായത് എല്ലാം ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിലാണ് ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡ്സ് ഇസ് റെലവൻറ്റ് ടു ഫയർ സേഫ്റ്റി? ഫയർ സേഫ്റ്റിയുടെ കോഡ് എന്നുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫയർ സേഫ്റ്റിയുടെ കോഡുകൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയർ സേഫ്റ്റി കോഡ്സ്. ഇതപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. കേരള PSC എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാവും, നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇവിടുത്തെ ഇപ്പോൾ കോഡ് വരുന്നത് IS 1256-9067 ആണ് അല്ലേ. തന്നിരിക്കുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയർ സേഫ്റ്റി കോഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിപ്പോൾ നോട്ട് ചെയ്യുക, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. ഇത് സേഫ്റ്റി മെഷേഴ്സിൻ്റെ കോഡാണ്, ഇതും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണ് ചെയ്യാം. എക്സ്കവേഷൻ സേഫ്റ്റി മെഷേറിൻ്റെ കോഡ് എന്ന് പറയുന്നത് IS 3764-9066. അങ്ങനെ ഓരോ വർക്കിനുള്ള കോഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ. ഇറിഗേഷൻ ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലാന്റ് ഓർ സിസ്റ്റമാറ്റിക് ആക്ഷൻ നെസസറി ടു പ്രൊവൈഡ് ഇനഫ് കോൺഫിഡൻസ് ദാറ്റ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് വിത്ത് സാറ്റിസ്ഫൈ ദ ഗിവൺ റിക്വയർമെൻറ്റ് ഈസ് കോൾഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉടനടി കിട്ടാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.